പെരുമ്പാവൂർ നെക്സോറ ഗ്ലോബൽ ഫൗണ്ടേഷൻ +1 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു വിതരണം. മനോജ് മൂത്തേടൻ MLA പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പെരുമ്പാവൂർ നെക്സോറ ഗ്ലോബൽ ഫൗണ്ടേഷൻ +1 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ MLA മനോജ് മൂത്തേടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നെക്സോറ ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ പ്രിയപ്പെട്ട ചുമതലക്കാരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യം ഒരുക്കേണ്ടത് നമ്മളെല്ലാം ഉത്തരവാദിത്വമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന അവസരമില്ലാതെ പോകുന്നത് പലപ്പോഴും നിർഭാഗ്യവശാൽ നമുക്കെല്ലാം വലിയ സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ്. നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് അവരുടെ പഠനത്തിനനുസൃതമായിട്ടുള്ള എല്ലാ സൗകര്യം ഒരുക്കുക എന്നുള്ളത്, അവർക്ക് എത്ര മുന്നോട്ട് പോകാൻ കഴിയും അത്രയും മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കൂടിയാണ് ഈ നെക്സോറ ഗ്ലോബൽ ഫൗണ്ടേഷൻ അവരെല്ലാം കൂടി ചേർന്ന്, അതിൻ്റെ ചുമതലക്കാരെല്ലാം കൂടി ചേർന്ന് അത്തരത്തിൽ അവരുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം നടത്തുന്നത്. ഞാൻ ഇതിൻ്റെ നെക്സോറ ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അനുമോദനമേറ്റു അല്ലെങ്കിൽ ഈ പഠനോപകരണ വിതരണങ്ങൾ ഏറ്റുവാങ്ങാൻ വന്നുള്ള കുട്ടികളെല്ലാവരും രക്ഷകർത്താക്കളുണ്ട്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ അപകടകരമായ ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്കറിയാം, ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന, ഒരുപാട് വിഷമം നൽകുന്ന വാർത്തകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് ഈ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കലാലയം അല്ലെങ്കിൽ കോളേജ് പഠന കാലയളവാണ്. കാരണം നമ്മുടെ നിഷ്കളങ്കമായ പ്രായമാണ്. നിഷ്കളങ്കമായ പ്രായത്തിൽ നമുക്ക് ജീവിതത്തിൽ വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്ന ഒരു നല്ല കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും എത്ര പ്രായം ചെന്നാലും നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഈ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വിപത്തിനെതിരെ സർക്കാർ നടത്തിവരുന്ന പദ്ധതിയുമായി വിദ്യാർത്ഥികളും യുവാക്കളും സഹകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നെക്സോറ ഗ്ലോബൽ ഫൗണ്ടേഷൻ ചെയർമാൻ കബീർ റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSLC പഠിതാക്കൾക്കും ഇതുപോലെ സൗജന്യമായി പഠനോപകരണങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്നുവെന്നും കുട്ടികളുടെ പഠനത്തിനും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നെക്സോറ ഗ്ലോബൽ ഫൗണ്ടേഷൻ പ്രാധാന്യം നൽകുന്നുവെന്നും അദ്ദേഹം മീഡിയ സിറ്റി iNewsനോട് പറഞ്ഞു. നെക്സോറ ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ പഠനോപകരണങ്ങൾ +1 കുട്ടികളുടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട നമ്മുടെ MLA മനോജ് മൂത്തേടൻ സാർ നിർവഹിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ബഹുമാനപ്പെട്ട വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫ്, വാർഡ് മെമ്പർ ഹൈറുനിസ നസീർ, ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായ അബ്ബാസ് അലി, മറ്റ് എല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചു. എല്ലാ വർഷവും പഠനോപകരണങ്ങൾ നൽകി വരുന്നതാണ്. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കഴിഞ്ഞ മെയ് 30 അനുബന്ധിച്ചിട്ട് 56 കുട്ടികൾക്ക് നൽകിയിരുന്നു. +1 കുട്ടികൾക്ക് 27 കുട്ടികൾ പഠനോപകരണങ്ങൾ അവർക്ക് പഠനത്തിനാവശ്യമായ എല്ലാം വാങ്ങി നൽകിയിട്ടുണ്ട്. വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിലൂടെയാണ് ലഹരി വിൽക്കുന്നതും അത് കുട്ടികൾ ഉപയോഗിക്കുന്നതും. ഓരോ കുടുംബങ്ങളിലും ഒരുപാട്, ഇപ്പം നമ്മൾ ഉൾപ്പെടെ എല്ലാവരും വലിയ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. കുട്ടികൾ ചെറുപ്പമാണ്, നിങ്ങൾക്കതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ ഒരു പ്രായം വന്ന് നിങ്ങളും ഇതുപോലെ ഒരു പാരൻസൊക്കെ ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് സ്വന്തം വാപ്പായും ഉമ്മായും അനുഭവിച്ചൊരു വേദന മനസ്സിലാവുകയുള്ളൂ. കാരണം ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ കൂടി മക്കളെ പഠിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ആ മക്കൾ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് എല്ലാവരും. അപ്പം നിങ്ങൾ ഇനി +1 കഴിഞ്ഞ് +2 ആയി, അത് കഴിഞ്ഞ് നിങ്ങൾ പ്രൊഫഷണൽ പല കോഴ്സുകളിലേക്കും നിങ്ങൾ തിരിയും. അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുള്ള പല കോഴ്സുകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചീത്തയാകാനുള്ള അവസരവും ഒരുപാട് കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവണം. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചോളം കുട്ടികൾ വളരെയധികം
ഞങ്ങളെക്കാളൊക്കെ മുൻപോട്ട് ചിന്തിക്കുന്ന കുട്ടികളാണ്. ഓൾ കേരള മാപ്പിള കലാ സാഹിത്യ സംഗീത അക്കാദമി പ്രസിഡന്റ് അബ്ബാസ് അലി വെങ്ങോല, നഗരസഭാ കൗൺസിലർ ഹൈറുന്നീസ നസീർ, ഉമ്മർ നാനേത്താൻ, രാജൻ പുന്നാലക്കുടി, അഷ്റഫ് തൊട്ടാളിൽ, മാഹിൻ പാലയ്ക്കൽ, കരീം കുടലിങ്ങൽ എന്നിവർ സംസാരിച്ചു. കബീർ ഈ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റുള്ളവരൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ നാലാൾ അറിയണം, ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇന്ന ആളാണ്, ഇത്രയും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തനം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യണേ എന്നുള്ളത് ആരും തന്നെ അറിയണില്ല. പക്ഷെ ഇവിടെ കബീർ ചെയ്യുന്നത് സ്വന്തം കഴിവനുസരിച്ച് ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് സാധുക്കളായ ആളുകൾക്ക് സഹായം ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും വളരെ പുണ്യമായ കാര്യമാണ്. അതിന് ഞാൻ കബീറിനെ അഭിനന്ദിക്കുകയാണ്. നാളെയും കബീറിന് ഇതിനുള്ള അവസരങ്ങൾ വരട്ടെ, പടച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.